ഹായ്, ഗ്രീൻ ഒയാസിസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പ്ലാന്റ്സിനെ പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് പെപ്പറോമിയ വെരിഗേറ്റഡ് ആണ്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ഒന്നുമല്ല, എന്നാലും നമ്മുടെ ഗാർഡൻ്റെ മനോഹാരിത നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാന്റിന് നല്ല തെളിച്ചമുള്ളതും പരോക്ഷമായിട്ടുള്ള വെളിച്ചം വളരെ അത്യാവശ്യമാണ്. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇലകൾ കരിയുന്നതിന് കാരണമാകും. മണ്ണ് ഉണങ്ങിയ ശേഷം മാത്രം നനവ് ചെയ്താൽ മതിയാവും. വേനൽക്കാലത്ത് ആഴ്ചയിൽ 1-2 തവണ നനച്ചാൽ മതിയാകും. നന്നായി ഈർപ്പം നിലനിൽക്കുന്നതും അധികമുള്ള വെള്ളം വാർന്നു പോകുന്നതുമായ മണ്ണ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ചകിരിച്ചോറ്, കരിയിലപ്പൊടി, മണൽ എന്നിവ ചേർത്ത മിശ്രിതം ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഈ പ്ലാന്റിന് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 80 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ജെറേനിയം പ്ലാന്റ് ആണ്. ഒരുപാട് വെറൈറ്റി കളറിലും ഡബിൾ കളറിലും ഒക്കെ ആയിട്ട് നമുക്കിതിൽ ഫ്ലവേഴ്സ് കാണാൻ പറ്റും. ഇതിൻ്റെ ഫ്ലവർ സ്റ്റാറ്റിൽ നിന്നാണ് പൂക്കൾ വരുന്നത്. ഇതിൻ്റെ ഇലകളുടെ അടുത്ത് നിന്നാണ് ഫ്ലവർ സ്റ്റാറ്റ് വരുന്നത്. ഓരോ ഫ്ലവർ സ്റ്റാറ്റിലും 10 മുതൽ 30 വരെ പൂക്കളുണ്ടാകും. വിരിയുന്ന ഫ്ലവേഴ്സ് ഒരാഴ്ച മുതൽ 10 ദിവസം വരെ നിൽക്കും. ഇത് നോർമൽ ചെടിച്ചട്ടിയിലും ഹാങ്ങിങ് പ്ലാന്റ്സിലൊക്കെ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നതിന് കുഴപ്പമില്ല. നല്ല വെള്ളം ആവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ജെറേനിയം പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 100 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് മാൻഡിവില്ല പ്ലാന്റ് ആണ്. ഇതൊരു ബ്രസീലിയൻ പ്ലാന്റ് ആണ്. വർഷം മുഴുവൻ പൂക്കൾ തരുന്നൊരു പ്ലാന്റാണിത്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റില്ല നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ മാൻഡിവില്ല പ്ലാന്റ് എന്ന് പറയുന്നത്. റോക്ക് ട്രംപറ്റ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് ചുവപ്പ്, പിങ്ക്, വെള്ള, മഞ്ഞ എന്നീ കളറുകളിൽ നമുക്ക് ഫ്ലവേഴ്സ് തരുന്നുണ്ട്. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഈ പ്ലാന്റ്സ് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈർപ്പം ഒരു നിശ്ചിത അളവ് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക. സൂര്യപ്രകാശം കൂടുതലാവാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഇലകൾ കരിയാനൊക്കെ സാധ്യതയാവും. പിന്നെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും വളം നൽകുന്നത് ഈ പ്ലാന്റിന് വളരെ നല്ലതാണ്. കൂടുതലായും ജൈവ വളങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പ്ലാന്റ് പാറക്കാഹളം എന്ന പേരിലൊക്കെ പൊതുവായിട്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പോസൈനേസി കുടുംബത്തിൽപ്പെട്ട ഈ പ്ലാന്റ് മുന്തിരിവള്ളിയുടെ ഒരു തരത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണ്. ഈ പ്ലാന്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 3 മുതൽ 10 അടി വരെ ഉയരവും 3 മുതൽ 4 അടി വരെ വീതിയും ഈ പ്ലാന്റിന് കാണാൻ പറ്റും. നമ്മുടെ കയ്യിലിപ്പോൾ ഇതിൻ്റെ വൈറ്റ്, പിങ്ക്, റെഡ് എന്നീ കളറുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ച് വില കൂടുതലുള്ള പ്ലാന്റ്സാണ് മാൻഡിവില്ല പ്ലാന്റ്സ് പൊതുവേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 280 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ജെറബറ പ്ലാന്റ് ആണ്. ഇതൊരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് വളർത്താം. സൂര്യകാന്തിയുടെ പൂവിൻ്റെ ഒരു ചെറിയ ഫ്ലവറിൻ്റെ പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ വളരുമെങ്കിലും കൂടുതൽ ചൂടിനെ ഈ പ്ലാന്റിന് താങ്ങാൻ കഴിയില്ല. രാവിലെയുള്ള വെയിൽ നേരിട്ട് പ്ലാന്റിൽ തട്ടുന്ന രീതിയിൽ ഈ പ്ലാന്റ് സെറ്റ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഓവർ തണുപ്പുള്ള കാലാവസ്ഥ ഇതിന് പറ്റില്ല. നല്ല വെയിലുള്ള കാലാവസ്ഥയിൽ ദിവസവും ഇതിന് നനവ് വേണം. അതല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതിയാകും. ഓറഞ്ച്, റെഡ്, പിങ്ക്, യെല്ലോ, വയലറ്റ് എന്നീ കളറിലൊക്കെ ഇതിൽ നമുക്ക് ഫ്ലവേഴ്സിനെ കാണാൻ പറ്റും. നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ജെറബറേൻ്റെ ഓറഞ്ചാണ്. അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 140 രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് റെഡ് റെപ്സാലിസ് ആണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെഡ് നിറത്തിലുള്ള ഇലകളും
ഇലകളിലെ മുത്തുമണികൾ പോലെ തുന്നിപ്പിടിപ്പിച്ചതുപോലെയുള്ള കായ്കളുമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു അലങ്കാര ചെടിയാണ്. ധാരാളം സൂര്യപ്രകാശം വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഇലകളിൽ വെള്ളം സംഭരിച്ചു വെക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 1-2 തവണ മാത്രമേ ഇതിന് വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ജൈവവളങ്ങൾ പോട്ടിൽ മിക്സായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഇലകളാണ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇലകൾ നെട്ടോട് കൂടിയിട്ട് വേർപ്പെടുത്തിയിട്ട് മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിറയെ പുതിയ തൈകൾ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ആമസോൺ ബ്ലൂ പ്ലാന്റ് ആണ്. ഇത് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏത് കാലാവസ്ഥയിലും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. നല്ലപോലെ വെയിൽ തട്ടിയാൽ ഇതിൻ്റെ ഫ്ലവർ ഒന്നുകൂടെ ഡാർക്ക് ഷെയ്ഡായിട്ട് മാറും. നല്ല വെള്ളം വേണ്ട ഒരു പ്ലാന്റാണിത്. പോട്ടിൽ വെള്ളം നിൽക്കാതെ ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാൽ ചീഞ്ഞു പോകുന്നതിന് കാരണമാകും. കുറച്ച് ഉയരത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണ് ഈ ബ്ലൂ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ കീടങ്ങളൊന്നും ഉണ്ടാകില്ല. പോട്ടിലോ നിലത്തോ അധികം പരിചരണമൊന്നും വേണ്ടാതെ നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റാണിത്. ഒരുപാട് വളങ്ങളൊന്നും വേണമെന്നില്ല. ആവശ്യമെങ്കിൽ കടലപ്പിണ്ണാക്കോ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 60 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ പ്ലാൻസ് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് കാറ്റലോഗും വാട്സപ്പ് നമ്പറും കൊടുക്കാം. നിങ്ങൾക്ക് ഈ കാറ്റലോഗ് വഴി പർച്ചേസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്താലും മതിയാകും. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.